നിങ്ങളുടെ പാർട്ടി നേതാവ് സോണിയാഗാന്ധിയുടെ തള്ള ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി തുടങ്ങി അവരുടെ തള്ളയുടെയും തന്തയുടെയും സോണിയാഗാന്ധിയുടെ തള്ളല്ല ഇന്ദിരാഗാന്ധി എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു മരമണ്ടനായിട്ടുള്ള കുക്കുട് BJP അധ്യക്ഷനായി പോയല്ലോടാ നീയൊക്കെ. മലപ്പുറത്ത് തിരൂരിലെ വാര്യംകുന്നൻ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത വാര്യംകുന്നന്റെ പേരിൽ സ്മാരകം പണിയാം. മഞ്ചേരിയിലെ ആലിം സുലാരിയുടെ പേരിൽ സ്മാരകം പണിയാം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാര്യംകുന്നന് വേണ്ടി സ്മാരകം പണിയാം. വാഗൺ ട്രാജഡി എന്താണ് കുക്കുടു ഇങ്ങനൊക്കെ പറയുന്നത്? ഇവിടെ ഗുജറാത്ത് കലാപുണ്ടാക്കിയ മോദിജി പ്രധാനമന്ത്രി വരെയായി. അപ്പോഴാണ് മറ്റേ വാര്യംകുന്നന്റെ സ്മാരകത്തിന്റെ കണക്കൊക്കെ ജി പറയുന്നത്. എനിക്കൊന്നും ബോധം വെച്ചില്ല. എപ്പോഴും കുണുവായിട്ട് നടക്കുന്നേ അല്ലേ, ആവേശം മൂത്തിട്ട് മസിലും പെരുപ്പിച്ചിട്ട്. സ്മാരകം പണിയാം. ഇതൊക്കെ നിങ്ങൾക്ക് നടപ്പിൽ വരുമെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനയിലെ ആരുടെയും പേര് ഒരു സ്മാരകത്തിനോ സ്മൃതി മന്ദിരത്തിനോ നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങള് ഈ പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വികസനങ്ങൾ കണ്ടുകൊണ്ട് 28 കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ ദേശീയ പുരുഷന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങള് അതുപോലുള്ള വിദ്യാലയങ്ങൾക്ക് നാമകരണം നടത്തും. അത് കറക്റ്റ് ആട്ടോ. ഈ പാലക്കാട് 28 കൗൺസിലർമാരുണ്ടായിട്ടുണ്ട്. എന്താണല്ലോ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭ ഇലക്ഷനിലായിരുന്നു, ബൈ ഇലക്ഷനിലായിരുന്നു തോറ്റു തുന്നം പാടിയതും. അതും നമ്മൾ ആലോചിക്കണം. 18,000 വോട്ടിൻ്റെ ലീഡും കൂടെ നമ്മൾ ആലോചിക്കണേ. അപ്പം നമുക്കറിയാലോ അവിടുത്തെ ഒരു വികസനത്തിൻ്റെ പാറ്റേൺ ഏത് അവസ്ഥയിലോട്ടാണ് എത്തിയത് എന്നുള്ളത്. മോൻ പറകൊടുക്കും. ഭൂമി എന്ന് പറയുന്നത്, ഈ തറക്കല്ലിടുന്ന ഭൂമി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്തയ്ക്ക് സ്ത്രീകളും നീയാണല്ലോ കോടതി ഓടാമയില്. അയ്യ അങ്ങനെയൊന്നും പറയില്ലേ ഫഹദ്. ഫഹദിന്റെ ഇടയ്ക്ക് മതിരെ ഡയലോഗ് അടിക്കും. കൊക്കുട കൊക്കുടു ആ പുള്ളി എന്തെങ്കിലും പറഞ്ഞോട്ടെ. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നും അല്ലത്. ഇപ്പോൾ കുക്കുടിന്റെ RSSന്റെ അങ്ങ് വീട്ടിൽ നിന്ന് ഒലത്തി കൊടുത്ത സ്വത്തായിരിക്കും. അത് കുക്കുട് പറഞ്ഞത് വളരെ കറക്റ്റാണ്. RSSന്റെ തറവാട്ട് വക സ്വത്താണ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുക്കുടിന്റെ തറവാട്ട് വക സ്വത്താണെങ്കിൽ അവിടെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പേര് കുക്കുടിന്റെ പേരോ കുക്കുടിന്റെ അപ്പന്റെ പേരോ അപ്പന്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ആളുടെ പേരോ ഒക്കെ ഇടാം. പിന്നെ നാമകരണം, അത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ആരുടെ പേര് നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും. സത്യമാണ്. നിങ്ങൾ അധികാരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഗാന്ധിജിനെ വെടിവെച്ച് വന്ന ഗോഡ്സേനെ മറ്റേ പൂമാലിട്ട് സ്വീകരിച്ച BJP MLAയുടെ നാടാണ് നമ്മുടെ നാട്. അതല്ലെങ്കിൽ ഗോഡ്സേന് ജയ് വിളിച്ചിട്ട് ഉമ്മ കൊടുത്ത നമ്മുടെ NITയുടെ പ്രധാന അധ്യാപിക അല്ലെങ്കിൽ പ്രധാന ഡീൻ, ഇപ്പം ഡീനാണ് NITയിൽ അല്ലേ, ആയിട്ടുള്ള ആളുടെ നാടാണ് നമ്മുടെ നാട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കള്ളന് കഞ്ഞി വെച്ചവനും കൊല്ലിച്ചവനും കൊന്നവനും ഒക്കെ വലിയ വലിയ ആൾക്കാരും അവർക്ക് മാലയിടും, അവരുടെ പേരും ഞങ്ങൾ അല്ലേ. കുക്കുട് പറഞ്ഞത് വളരെ കറക്റ്റ്. അത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. നമ്മൾ എന്ത് ചെറ്റകളാണ് നമ്മൾ ആ ചെറ്റത്തരം മൊത്തം നമ്മൾ കാണിക്കും. നമുക്ക് ഭരണം കിട്ടുന്നിടത്തോളം കാലം നമ്മൾ പണ്ട് ഷൂ നക്കിയ ചരിത്രമുള്ള നമ്മൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തും ചെയ്യും. പിന്നെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തലമൂത്ത നേതാവുണ്ടല്ലോ ചാച്ചാജി, നെഹ്റുവിന്റെ തണ്ട മോത്തിലാൽ നെഹ്റു ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ജയിൽവാസം അനുഭവിച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ദിവസം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നെഹ്റുവിന്റെ തന്ത മോത്തിലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുലിന്റെയോ കോൺഗ്രസിന്റെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അത് എന്താ തന്താന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ തുപ്പല് തെറിച്ചിട്ട് മുമ്പിലുള്ള ആൾക്കാർക്ക് പോലും നിൽക്കാൻ പറ്റില്ല. നീ പറഞ്ഞ തന്ത ഈ പറഞ്ഞ മോത്തിലാൽ നെഹ്റു ചാച്ചാജിയുടെ തന്ത പോയി മാല ഇട്ട നിന്റെ ഹെഡ്ഗേവാർ അത് 1922 അന്ന് നീ പറഞ്ഞ തന്ത നിന്റെ ഈ തന്ത ഹെഡ്ഗേവാർ കോൺഗ്രസ്സുകാരായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇതുപോലെ ജയിലിൽ പോയി 1 വർഷം 12 മാസം ജയിലിൽ പോയി കിടന്ന് വന്ന സമയത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അതല്ലാണ്ട് ഷൂ നക്കി പാർട്ടിയുടെ സ്ഥാപകനല്ലായിരുന്നു എന്ന്.
ആവാനാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് 1925 ഈ പറഞ്ഞ ഷൂനക്കി പാർട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ തന്തൻ്റെ വർത്താനം തള്ളൻ്റെ വർത്താനമൊക്കെ പറയുമ്പം ആ കാലത്ത് കുറച്ച് ബോധമൊക്കെ ഉണ്ടായിരുന്നു എഡ്ഗർ വാറിന്. പുള്ളി കോൺഗ്രസ്സിലായിരുന്നു. ഓക്കെ, ബാക്കി പറ. സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ചിന്നയുടെ മൂട് വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ കേവലം നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം നടത്താം. നിങ്ങൾ കോൺഗ്രസ് പാർട്ടി അതാണ് എന്ത് പറഞ്ഞാലും അതിലെവിടെയെങ്കിലും വർഗീയത കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങൾ സംഘിവാണങ്ങളുടെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അവിടെ പ്രത്യേക മതവിഭാഗം, അവിടെ മലപ്പുറവും മുസ്ലിമും ഒക്കെ വരും. അത് സംഘിത്തരം ഉണ്ടെങ്കിൽ ആ ചെറ്റ വർത്താനം ഏത് ചെറ്റയുടെ വായിന്നും പുറത്തോട്ട് വരും. അതാണ് ഇപ്പം നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നത്. പറ, ആ പ്രത്യേക മതവിഭാഗത്തിന് നീ പറഞ്ഞ പോലെ ഒക്കെ വെച്ചു കൊടുക്കും കേട്ടോ. അപ്പം നമ്മളെ നോർമൽ സംഘി വർത്താനം പുറത്തോട്ട് വന്നു. സാറല്ലേ കുക്കുട് ബാക്കി പറ. ആവേശം മൂത്ത് തുപ്പൽ തെറിച്ച് കോട്ട പിടിച്ചിട്ടൊക്കെ മുമ്പുള്ള ആൾക്കാർ നിൽക്കുന്നു. നിങ്ങള് ജയിച്ച സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ നാമകരണം ചെയ്യും. ആരുടെയാണ്? നിങ്ങളുടെ പാർട്ടി നേതാവ് സോണിയാഗാന്ധിയുടെ തള്ള ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങി അവരുടെ തള്ളയുടെയും തന്തയുടെയും പേരിൽ നിങ്ങൾ നാമകരണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സോണിയാഗാന്ധിയുടെ തള്ളല്ല ഇന്ദിരാഗാന്ധി എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു മരമണ്ടനായിട്ടുള്ള കുക്കുട് BJP അധ്യക്ഷനായി പോയല്ലോടാ നീയൊക്കെ. സോണിയാഗാന്ധിയുടെ തന്ത ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധിയുടെ അപ്പൻ രാജീവ് ഗാന്ധി. എന്തെങ്കിലുമൊക്കെ ഒരു ബേസിക് ഒരു ചുരുങ്ങിയ നോളജ് പഠിത്തമൊക്കെ വേണതാ. ഈ BJP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംഗീതം എന്ന് പറഞ്ഞാൽ ബോധമില്ല. ഈ പട്ടിയുടെ വാല് ചുരുണ്ട പോലെയാണ്. അത് എത്ര നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ BJP. അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ. ഇങ്ങനെ വന്ന് നിൻ്റെയൊക്കെ ആ കേട്ട എല്ലാവരും കൈയടിച്ച് ഈ ഡയലോഗ് ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂട്ടത്തിൽ ഇച്ചിരി ബോധമുള്ള സംഖ്യകൾ പോലും ആലോചിച്ചിട്ടുണ്ടാവും സോണിയാഗാന്ധിൻ്റെ തള്ളയാണോ ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി എന്നുള്ളത്. ഏത് കോത്തായത്തുനിന്ന് വരികയാണ് ഒക്കെ. ഇന്നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുള്ള, ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പടപെടുത്തിയിട്ടുള്ള, ഇന്നാട്ടിലെ ദേശീയ ബോധമുള്ള, ഇന്നാട്ടിലെ ഓരോ ദേശഭക്തന്റെയും പേരിൽ ഇതുപോലുള്ള സ്മാരകങ്ങളും വിദ്യാലയങ്ങളും പണി കഴിക്കുക തന്നെ ചെയ്യും. അതിനെ നിങ്ങൾ ഇന്നത്തെ അവരെ ചെയ്യും. നാളെ നമ്മൾ ഗോഡ്സേന്റെ പേരിൽ നമ്മളവിടെ വിദ്യാലയം ഉണ്ടാക്കും. മറ്റന്നാൾ ഷൂനക്കി സവർക്കറുടെ പേരിൽ നമ്മളിവിടെ വിദ്യാലയം ഞങ്ങളിവിടെ ഉണ്ടാക്കും. ആശുപത്രികളെ ഞങ്ങൾ ഉണ്ടാക്കും. RSSന്, അതായത് ചരിത്രത്തിൽ എവിടെ പോലും കുത്തിവെക്കാത്ത കുറിക്കപ്പെടാത്ത RSSലെ സകലമാന സർസംഘജാല ആൾക്കാരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളിവിടെ പലതും ഉണ്ടാക്കി. ഞങ്ങളിവിടെ പുതിയൊരു ചരിത്രം, ഒരു സ്യൂഡോ ചരിത്രം തന്നെ ഞങ്ങളിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മോദിജിയുടെ താഴത്ത്, അല്ലെങ്കിൽ മോദിജിയുടെ താഴത്ത് അണിനിരന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഞങ്ങളത് കാണിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചിരിക്കും. ഇല്ലടാ കുക്കുടു, പിന്നെന്താ പറയാനുള്ളത്? പേക്കൂത്തുകള് ഇന്നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവിടുത്തെ നിലവിളക്കും നിറപറയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നിലവിളക്കും നിറപറയും ആർക്കൊക്കെ ഹറാമാണ് എന്ന് ഇന്നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. ഇന്ന് നഗരസഭയുടെ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ടു നിൽക്കുന്ന കോൺഗ്രസ് ആഫീസിനകത്തുള്ള ആൾക്കാർ വരെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ പാലക്കാട് എന്നൊരു ഗ്രാമമുണ്ടെങ്കിൽ, പാലക്കാട് നഗരസഭ എന്നൊരു പ്രദേശമുണ്ടെങ്കിൽ, ആ പാലക്കാട് നഗരസഭാ പരിധിക്കകത്തുകൊണ്ട് ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 100-ന് 110% ഞങ്ങൾ ഉറപ്പു തരുന്നു. ആ സ്ഥാപനത്തിന്റെ പേര് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ ഭരണമുന്നണി ഏത് പേരാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് അണുവിടപാടും ഒരു ഇഞ്ച് പോലും കൗതുകം ലേശതല്ലേ, കൗതുകം കുറച്ച് വളരെ കൂടുതൽ നമ്മുടെ കുക്കുട് പറഞ്ഞ ഹെഡ്ഗേ വാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു, അതായിരുന്നു, ജയിലിൽ പോയിട്ടുണ്ട്. സത്യമാണ്, ഇതൊക്കെ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നടോ. കുക്കുടിന് അത് അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. 1925 RSS പാർട്ടി ഉണ്ടാക്കുന്ന കാലം വരെ നമ്മുടെ ഹെഡ്ഗേ വാർ കോൺഗ്രസ്സുകാരനായിരുന്നു. അന്നായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വം നൽകിയിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനും നിരാഹാര സമരങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ നിസ്സഹകരണ സമരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ചു കാലം ഒരു 10-20 മാസത്തോളം ഇങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ട്. 1-2 ഭാഗങ്ങളായിട്ട്. അതൊക്കെ കോൺഗ്രസ്സുകാരായ സമയത്തായിരുന്നു.
അതിനുശേഷം നമ്മൾ 1925 നമ്മൾ RSS ആയി. അതോടുകൂടി RSS ആയ സമയം മുതൽ ഇവരുടെ ഒരു സ്ലോഗം അല്ലെങ്കിൽ ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചൊരു കാര്യം തന്നെ ഇതായിരുന്നു: ഗാന്ധിജി നയിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന് RSS ആയിട്ടുള്ള പുള്ളിയും ഹെഡ്ഗേവാറും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും ഒരു രീതിയിലും സഹകരിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ നാടിൻ്റെ അകത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കണം. ലോക്കലിയുള്ള നമ്മുടെ ഹിന്ദുത്വ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. നമ്മൾ അതിൻ്റെ കൂടെ പോകാവൂ. അതോടുകൂടി 1925 പാർട്ടി, അതുകൊണ്ടാണ് ഈ RSS പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ ഒരു രീതിയിലും പങ്കെടുത്തില്ല എന്ന് പറയാൻ കാരണം ഇവരുടെ മാനിഫെസ്റ്റോയിലെ ഫസ്റ്റ് കാര്യം തന്നെ അതായിരുന്നു: നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ പാടില്ല, നമ്മൾ ആ വഴിക്ക് പോകരുത്. ഈ പാർട്ടി നമ്മൾ രാഷ്ട്രീയ പാർട്ടിയല്ല, നമ്മളൊരു ദേശീയ പാർട്ടിയല്ല, നമ്മൾ ദേശീയ നേതൃത്വം നമുക്കല്ല. നമ്മൾ നാട്ടിലെ ഹിന്ദുത്വക്ക് വേണ്ടിയിട്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടി സ്വയം RSS ആണെന്നുള്ള പേര് രാഷ്ട്രീയ സേവകരായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇതായിരുന്നു ഈ പാർട്ടിയുടെ തന്നെ ഒരു മെയിൻ കാര്യം. അതുകൊണ്ടാണ് RSSകാർ ഒന്നുപോലും പേരിന് പോലും ഒരു തുരുമ്പിന് പോലും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഇനി ഈ RSS പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഹെഡ്ഗേവാർ ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിന് പല ഭാഗങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അത് വേണ്ട, അത് ചെയ്ത് തെറ്റായി പോയി തോന്നിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ചരിത്രമില്ല, സ്വാതന്ത്ര്യത്തിനുള്ള ചരിത്രം ഇവർക്കില്ല എന്ന് വരെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1930 നമ്മുടെ ഗാന്ധി അന്ന് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏപ്രിലാണ് 1930 ഏപ്രിലാണ് മഹാത്മാഗാന്ധി ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അന്ന് RSS പാർട്ടി ഉണ്ടായിട്ട് 5 വർഷമായി. ഇങ്ങനെ ക്ഷണിച്ചു ഉപ്പ് സത്യാഗ്രഹത്തിന് കൂടെ അണിനിരക്കണമെന്നും പറഞ്ഞു. അപ്പം പുള്ളി ഗാന്ധിജിനോടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അന്നുണ്ട്. പുള്ളിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി പറഞ്ഞു പറ്റില്ല, വരാൻ പറ്റില്ല. അതായത് ആസ് എ പാർട്ടി, RSS പാർട്ടി ആയിട്ട് പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഓൺലി ഇൻഡിവിജ്വലി ആൻഡ് നോട്ട് ലെറ്റ് RSS ജോയിൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഒഫീഷ്യൽ. അതായത് RSS പാർട്ടി ഒരിക്കലും ഫ്രീഡം മൂവ്മെൻറ്റിന്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ഒരു മൂവ്മെൻറ്റിനും പങ്കെടുക്കില്ല. വേണേൽ ഇൻഡിവിജ്വലായിട്ട് ഞങ്ങൾ ആരെങ്കിലും വന്ന് നിങ്ങളുടെ കൂടെ അണിനിരക്കാം. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് RSSന് ഇതിലില്ല, ചരിത്രമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പുള്ളി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. പുള്ളി ഈ ഗാന്ധിജിനോട് പറഞ്ഞു, പിന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക്, അതായത് സംഘത്തിലെ സംഘികളോട് നോട്ട് പാർട്ടിസിപ്പേറ്റ് സത്യാഗ്രഹം, നിങ്ങൾ സംഘികളായിട്ട് അല്ലെങ്കിൽ സംഘമിത്രങ്ങളായിട്ട് പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എവിടെയും പറയും കാര്യമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ഒറ്റയ്ക്ക് പോയിരുന്ന് പങ്കെടുത്ത് തിരിച്ചു വരാം. ഇതായിരുന്നു പറഞ്ഞത്. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ. ഇത് പറഞ്ഞത് CP ബിഷിക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അന്നത്തെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണിത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ RSSകാർ ഉണ്ടായതും. ഈ പറഞ്ഞ നമ്മുടെ കുക്കുടു ഇങ്ങനെ ഇയാളെ പൊക്കി പറഞ്ഞ് നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു RSS എങ്ങനെ ഉണ്ടായത്, RSSൻ്റെ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ പുള്ളി എന്താണോ ഗാന്ധിജിനോട് അന്ന് ഹെഡ്ഗേവാർ എന്താണോ ഗാന്ധിജിനോട് പറഞ്ഞത്, എങ്ങനെ ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുമല്ലോ ഇതൊക്കെ പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ ആവേശം കൊണ്ട് പുള്ളി പണ്ട് പങ്കെടുത്തിരുന്നു, പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എന്താ പറയുക മെഡിക്കൽ വിദ്യാഭ്യാസം കൊൽക്കത്തയിൽ നിന്നാണ് കഴിയുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ആ സമയത്ത് 1-2 അവിടുത്തെ ഫ്രീഡം മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, 1-2 സംഘടനകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നു, കോൺഗ്രസിൻ്റെ കൂടെ കൂടി. 1919 കോൺഗ്രസിൻ്റെ കൂടെ കൂടി. അതിന് 1925 വരെ പുള്ളി കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്തു. കോൺഗ്രസിലെ ഈ പറഞ്ഞ പോലെ സത്യാഗ്രഹങ്ങളും ഒക്കെ പോയി ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് 1925 പുള്ളി RSS പാർട്ടി ഉണ്ടാക്കി. അതോടുകൂടി സ്വാതന്ത്ര്യ സമരം സ്വാഹ ആണ് സംഭവം. പിന്നെയാണ് പുള്ളിനെ പാലക്കാട്ട് കൊണ്ട് പ്രതിഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്നിട്ട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ തന്തയല്ല രാഹുലിൻ്റെ തന്ത. അതുകൊണ്ട് നീ അങ്ങനെ മാപ്പും കോപ്പും ഒന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ടടാ കുക്കുടുമോനെ കേട്ടോ. ആവേശം ഇച്ചിരി കുറയ്ക്കും.